ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 5 പൈസ ചിലവാക്കാണ്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്ത പോലത്തെ നിറവും തിളക്കവും മുഖത്ത് കൊണ്ടുവരാൻ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചിരകി എടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീര് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നമുക്കതിൻ്റെ നീര് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. പൊട്ടാറ്റോൻ്റെ എക്സ്ട്രാക്റ്റ് ആ നീരാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ പൊട്ടാറ്റോൻ്റെ നീരെടുത്തതിന് ശേഷം മുഖം നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരു കോട്ടൺ തുണിയോ അല്ല ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് ഒന്ന് തുടച്ച് കളയുക. കഴുകിക്കളയേണ്ട. ആ തുടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മുഖത്തുള്ള എല്ലാ അഴുക്കും അതിലങ്ങ് പോകും. അതിനാണ് നമ്മൾ ക്ലെൻസ് ചെയ്തെടുക്കുന്നത്. ഇനി ആ പൊട്ടാറ്റോ ജ്യൂസിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടാറ്റോ ജ്യൂസിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് അലോവേര ജെല്ല്. അപ്പോൾ ഷുഗറും അലോവേര ജെല്ലും പൊട്ടാറ്റോയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു സ്ക്രബ് കൂടിയും ചെയ്യണം. അപ്പോൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതായത് അലോവേരയും നമ്മുടെ ഷുഗറും പൊട്ടാറ്റോ ജ്യൂസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മുഖത്തേക്ക് ഇതൊന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുഖം സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തുടച്ച് കളയുക. കഴുകിക്കളയരുത്, ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുക. അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞ്. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് വീണ്ടും പൊട്ടാറ്റോ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടാറ്റോ ജ്യൂസിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമ്മൾ പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് അലോവേര ജെല്ലും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി ആകാം, അല്ലാന്നാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയും ആവാം. അല്ലാണ്ട് കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമ്മുടെ മുഖത്തേക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ജെല്ല് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാമെന്ന് ചെയ്യുന്നത്. ഇതും 2 മിനിറ്റ് മുഖത്ത് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. എല്ലാ സ്റ്റെപ്പിനും 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ മുഖത്തേക്ക് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ടാകും കേട്ടോ. അതിനുശേഷം ഇതും ഒന്ന് തുടച്ച് കളയാം. ഇതും തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഇത് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ, കഴുകി കളയരുത്. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു ഗ്ലോ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫേസ് പാക്കിന് കടലപ്പൊടിയാണ് വേണ്ടത്. കടലമാവ് 1 ടീസ്പൂണോളം കടലമാവ് എടുക്കുക. അതിലേക്ക് പൊട്ടാറ്റോ ജ്യൂസ് എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടാറ്റോ ജ്യൂസ് നിങ്ങൾ എടുക്കുക. പിന്നെ വേണ്ടത് കുക്കുംബർ ജ്യൂസാണ്. കുക്കുംബർ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കിരിക്ക ഉണ്ടല്ലോ, കക്കിരിക്ക വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുത്തതിൻ്റെ നീര്. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. കടലമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ കുക്കുംബർ എന്ന് പറഞ്ഞാൽ കക്കിരിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കത്രിക്കയാണോ എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. കത്രിക്കയല്ല കേട്ടോ, കുക്കുംബർ കക്കിരിക്ക എന്ന് പറയും കേട്ടോ. വെള്ളരിക്കയും അല്ല. കക്കിരിക്ക എന്ന് പറഞ്ഞാൽ സാലഡിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഫേസ് പാക്കും 2 മിനിറ്റ് മസാജ് ചെയ്ത് മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അത് ഡ്രൈ ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിനു ശേഷം, ഡ്രൈ ആകുന്ന ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രൈ ആയി കിട്ടും. ആ ഒരു സമയത്ത് നമുക്കത് കഴുകിക്കളയാം. അപ്പോൾ ഇതൊരു 25 മിനിറ്റിന് ശേഷം ഉള്ളതാണ്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. സാധാരണ വെള്ളത്തിൽ ഞാൻ കഴുകിക്കളയാന്ന്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും മുഖത്തുള്ള കരുവാളിപ്പെല്ലാം മാറാനും മുഖം നല്ല തിളക്കവും നിറവും ഒറ്റ യൂസിൽ തന്നെ കിട്ടാനും സഹായിക്കുന്ന നല്ലൊരു ഫേഷ്യലാണിത്. ഒരു പൊട്ടാറ്റോ ഫേഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഒറ്റ യൂസിലുള്ള റിസൾട്ട് ഞാൻ എൻ്റെ 2 കൈയും വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.